തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയാണ് വികസന സദസ്സ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തദ്ദേശ വകുപ്പിന് കീഴിൽ തീരുമാനിക്കുന്നത്. ഈ മാസം 20 മുതൽ അടുത്ത മാസം 20 വരെയാണ് ആ പരിപാടി നടത്താനാണ് തീരുമാനം. പക്ഷേ ഈ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് UDF തീരുമാനം നേരത്തെ എടുത്തിരുന്നത്. അതായത് നവകേരള സദസ്സിന് അതേപോലെ തന്നെ സർക്കാരിൻ്റെ പണം ധൂർത്തടിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പണം ധൂർത്തടിച്ച് രാഷ്ട്രീയ പരിപാടി നടത്തുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമായിരുന്നു UDF എടുത്തിരുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ നേരത്തെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ നിന്നും വിഭിന്നമായി മറിച്ചൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പോയിരിക്കുന്നു. ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. അതായത് ഈ പരിപാടിയുമായി വികസന സദസ്സുമായി പൂർണ്ണമായും സഹകരിക്കാനാണ് ലീഗിൻ്റെ തീരുമാനം, അതിനെ ഗംഭീരമായി വിജയിപ്പിക്കാനാണ് ലീഗിൻ്റെ തീരുമാനം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ ചെലവിൽ നടത്താൻ ഒരു അവസരം ലഭിക്കുന്ന ഒരു പരിപാടിയാണ്, അതിൽ നിന്നും മാറി നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് വന്നിരിക്കുന്നത്. പക്ഷേ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. UDF എടുത്ത പൊതു തീരുമാനത്തിന് വിരുദ്ധമായി ലീഗിന് മാത്രമായി മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ പരിപാടിക്ക് പിന്തുണ നൽകാനുള്ള തീരുമാനം അത് എത്രത്തോളം പ്രായോഗികമാകും, അത് UDFൻ്റെ സംവിധാനത്തിൻ്റെ യോജിച്ചുള്ള ഒരു നീക്കത്തിനെ അത് തടസ്സമാകില്ലേ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാണ്. ഇക്കാര്യത്തിൽ ഇനി നേതാക്കന്മാരുടെ വിശദീകരണവും നിലപാടുമൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട്. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ലീഗ് നേതൃത്വം വിശദീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ലീഗിൻ്റെ മാത്രം തീരുമാനമല്ല, UDFൻ്റെ മലപ്പുറം ജില്ല UDFൻ്റെ തീരുമാനമാണെന്ന് പറയുന്നു. പക്ഷേ മലപ്പുറത്തെ UDF നേതൃത്വം ഇക്കാര്യത്തിൽ അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. നമ്മളുമായി സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ ഇക്കാര്യത്തിൽ അറിയുകയില്ല, തങ്ങൾ അറിയാതെയാണ് ലീഗ് ജില്ലാ കമ്മിറ്റി ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് മലപ്പുറം ജില്ലാ UDF വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ UDFൻ്റെയും മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയും കൃത്യമായ നിലപാട് പ്രഖ്യാപനമാണ് ഇനി പുറത്തു വരേണ്ടത്.